ഗാസയെ പുനർനിർമ്മിച്ച് പുതിയ ഭരണസംവിധാനത്തിലേക്ക് നയിക്കാനുള്ള $17 ബില്യൺ വാഗ്ദാനങ്ങളോടെയുള്ള ആഗോള പദ്ധതി ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകിയ ബോർഡ് ഓഫ് പീസ് എന്ന സമാധാന സംരംഭം ഗാസയുടെ ഭാവി മാറ്റിമറിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും യാഥാർത്ഥ്യത്തിൽ ധനസഹായത്തിന്റെ അഭാവവും ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളും ചേർന്ന് അതിനെ തടഞ്ഞു നിർത്തുകയാണ്. ഈ പദ്ധതി വെറും പുനർനിർമ്മാണം മാത്രമല്ല, ഗാസയുടെ ഭരണരൂപം തന്നെ മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു. 2 വർഷത്തോളം നീണ്ടുനിന്ന സംഘർഷങ്ങളിൽ തകർന്നുപോയ ഈ തീരദേശപ്രദേശം വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ എല്ലാം തന്നെ നശിച്ച അവസ്ഥയിൽ വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ ഗൾഫ് രാജ്യങ്ങളും മറ്റ് അന്താരാഷ്ട്ര പങ്കാളികളും വലിയ സാമ്പത്തിക പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങൾ കാഗിതത്തിൽ ഒതുങ്ങിയപ്പോൾ യാഥാർത്ഥ്യത്തിൽ ലഭിച്ച ധനസഹായം $1 ബില്യൺ താഴെയായി ചുരുങ്ങി. അമേരിക്കയിൽ നടന്ന ഒരു ഉയർന്നതല സമ്മേളനത്തിൽ ഗാസയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പുതിയ റോഡ് മാപ്പ് അവതരിപ്പിക്കപ്പെട്ടു. ഈ പദ്ധതി പ്രകാരം ഹമാസ് എന്ന സംഘടനയുടെ നിരായുധീകരണവും ഇസ്രയേൽ പ്രതിരോധസേന പിൻവലിക്കലും അനിവാര്യ ഘടകങ്ങളായി കണക്കാക്കിയിരുന്നു. അതിനുശേഷം മാത്രമേ ഗാസയുടെ പുനർനിർമ്മാണവും ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കാനാകൂ എന്നതാണ് ആശയം. എന്നാൽ ഈ 2 വ്യവസ്ഥകളും തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറി. ഗാസയുടെ ഭരണനിയന്ത്രണം ഏറ്റെടുക്കാൻ രൂപീകരിച്ചിരുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന ടെക്നോക്രാറ്റുകളുടെ ഒരു കൂട്ടായ്മയാണ്. അലി ഷാദ് നേതൃത്വം നൽകിയ ഈ കമ്മിറ്റിക്ക് ഗാസയിലെ മന്ത്രാലയങ്ങൾ, പോലീസ് സംവിധാനം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാനുള്ള ചുമതല നൽകാനായിരുന്നു ഉദ്ദേശം. എന്നാൽ ഫണ്ടിങ്ങിന്റെ അഭാവവും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം ഈ കമ്മിറ്റിക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാനാകാതെ കെയ്റോയിലെ ഒരു ഹോട്ടലിൽ തന്നെ നിലച്ചുപോകേണ്ടി വന്നത് പദ്ധതിയുടെ പരാജയത്തിന്റെ പ്രതീകമായി മാറി. ഈ പദ്ധതിക്ക് പിന്നിലെ ധനസഹായ പ്രതീക്ഷകൾ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. UAE, മൊറോക്കോ, അമേരിക്ക എന്നിവ മാത്രം യാഥാർത്ഥ്യത്തിൽ സംഭാവന നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ബാക്കി രാജ്യങ്ങൾ ഇപ്പോഴും വാഗ്ദാനങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ പണമില്ല എന്ന സന്ദേശം പോലും പലസ്തീൻ വിഭാഗങ്ങൾക്ക് നൽകേണ്ടി വന്നത് ഈ സംരംഭത്തിന്റെ തകർച്ചയെ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റിലെ വ്യാപകമായ സംഘർഷങ്ങൾ ഈ പദ്ധതിയെ കൂടുതൽ സങ്കീർണമാക്കി. ഇറാനെതിരായ അമേരിക്ക-ഇസ്രയേൽ നീക്കങ്ങൾ മേഖലയിൽ യുദ്ധഭീഷണി വർദ്ധിപ്പിച്ചപ്പോൾ ഗാസയ്ക്കായി കരുതിയിരുന്ന ധനസഹായവും ശ്രദ്ധയും മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു. ഇറാൻ യുദ്ധം എല്ലാം ബാധിച്ചു എന്ന വാക്കുകൾ തന്നെ ഈ പദ്ധതിയുടെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കുന്നു. ഭൂമിയിലെ യാഥാർത്ഥ്യം അതിലും ഭയാനകമാണ്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച സംഘർഷത്തിനു ശേഷം ഗാസയിൽ 72,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യാധികാരികൾ പറയുന്നു. അതിൽ ഭൂരിഭാഗവും സാധാരണ ജനങ്ങളാണ്. ഇസ്രയേൽ പറയുന്ന പ്രകാരം ആ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ പരസ്പര ആക്രമണങ്ങൾ ഗാസയെ ഒരു മനുഷ്യാവകാശ ദുരന്തമായി മാറ്റി. ഭൂരിഭാഗം ജനങ്ങളും കുടിയൊഴിഞ്ഞു, ഭക്ഷ്യക്ഷാമം വ്യാപിച്ചു, അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു. വെടിനിർത്തൽ കരാറുകൾ താൽക്കാലിക ശാന്തി നൽകുന്നുവെങ്കിലും അവ സ്ഥിരത ഉറപ്പാക്കുന്നില്ല. ഗാസയുടെ പകുതിയിലധികം പ്രദേശങ്ങൾ ഇപ്പോൾ ജനവാസമില്ലാത്ത മേഖലകളായി മാറിയിരിക്കുകയാണ്. അവയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യത്തിനാണ്. മറുഭാഗത്ത് ഹമാസ് ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നിയന്ത്രണം തുടരുന്നു. ഈ വിഭജിത നിയന്ത്രണത്തിൽ ഒരു സ്ഥിരമായ ഭരണസംവിധാനം സ്ഥാപിക്കുന്നത് അത്യന്തം ദുഷ്കരമാണ്. നിരായുധീകരണ ചർച്ചകൾ ഈ പ്രശ്നത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഹമാസ് ആദ്യം ആയുധം താഴെ വയ്ക്കണമെന്നാണ്. എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രയേൽ പൂർണ്ണമായും പിൻവലിച്ച് വെടിവെപ്പ് നിർത്താതെ അത് സാധ്യമല്ല എന്നാണ്. ഈ പരസ്പര അവിശ്വാസം ചർച്ചകളെ ഒരു സ്ഥഗിതാവസ്ഥയിലാക്കി. ഈ സാഹചര്യത്തിൽ ഈജിപ്ത് ഒരു ഇടനിലക്കാരനായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾക്കായി ഹമാസിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ പുരോഗതിയുണ്ടാകുമോ എന്നത് അനിശ്ചിതമാണ്. നയതന്ത്ര വൃത്തങ്ങൾ പറയുന്നത് ഈ ചർച്ചകൾ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണെന്നാണ്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഏകദേശം $70 ബില്യൺ ചെലവാകുമെന്നാണ് ആഗോള സംഘടനകൾ കണക്കാക്കുന്നത്. ഇത് വെറും പണത്തിന്റെ പ്രശ്നമല്ല. രാഷ്ട്രീയ ഇച്ഛാശക്തി, സുരക്ഷാ ഉറപ്പ്, വിശ്വാസം എന്നിവയുടെ അഭാവം കൂടി ചേർന്നാണ് പ്രധാന തടസ്സം. ഈ ഘടകങ്ങളില്ലാതെ ഒരു പദ്ധതിയും വിജയകരമാകില്ല. ഡൊണാൾഡ് ട്രംപ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ശാന്തി സൃഷ്ടിക്കാരൻ എന്ന ഇമേജ് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ഗാസ പദ്ധതി അദ്ദേഹത്തിന്റെ മറ്റു ശ്രമങ്ങളെപ്പോലെ തന്നെ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോഴും വിജയിച്ചിട്ടില്ല. അതുപോലെ ഇറാനുമായുള്ള വെടിനിർത്തലും സ്ഥിരത കൈവരിച്ചിട്ടില്ല. ഗാസയുടെ ഭാവി ഇന്നൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. പുനർനിർമ്മാണത്തിനു വേണ്ട പണമില്ല. ഭരണത്തിനായി തയ്യാറാക്കിയ സംഘം സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ല. സമാധാന ചർച്ചകൾ മുന്നോട്ടു പോകുന്നില്ല.
ഇതെല്ലാം ചേർന്നപ്പോൾ ഒരു പ്രദേശത്തിന്റെ ഭാവി മാത്രമല്ല, ആ പ്രദേശത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷകളും നിലച്ചുപോകുകയാണ്. അവസാനം ഗാസയുടെ കഥ ഒരു യുദ്ധത്തിന്റെ കഥ മാത്രമല്ല, അത് വാഗ്ദാനങ്ങളുടെ പരാജയവും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പരിമിതിയും മനുഷ്യജീവിതത്തിന്റെ വിലയില്ലായ്മയും അടങ്ങിയ ഒരു വലിയ ദുഃഖഗാഥയാണ്. സമാധാനത്തിനായി രൂപപ്പെടുത്തിയ ബോർഡുകളും കമ്മിറ്റികളും ഇപ്പോൾ കാത്തിരിപ്പിന്റെ പ്രതീകങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ ഗാസയിലെ ജനങ്ങൾ ഇപ്പോഴും ഒരു സ്ഥിരമായ നാളേക്കായി കാത്തിരിക്കുന്നു.